കോമൺ ആയിട്ട് ഏതെങ്കിലും സ്ഥലത്തെത്തിയാലോ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹിന്ദി സ്റ്റേറ്റിലെത്തിയാലോ ഒക്കെ നമ്മൾ ആ ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഹിന്ദി പറയാനാവാത്ത ഒരു അവസ്ഥ വരാതിരിക്കുക വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒന്നും എളുപ്പമല്ല. ഏത് ഉന്നതിയിലെത്തിയവരുടെ പിന്നിലും ഒരു കഷ്ടപ്പാടിൻ്റെ കഥയുണ്ടാവും. അതുകൊണ്ട് നമുക്കിന്ന് പഠിക്കുന്ന ഹിന്ദിയിലെ ഒരിക്കലും ഗ്രാമർ ബേസ് ചെയ്തിട്ടല്ല എന്ന് ചിന്തിച്ച് തന്നെ പോവുക. ഇടയ്ക്ക് തെറ്റിയാലൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് നോക്കാം. വരൂ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം എന്ന് നമുക്ക് ഹിന്ദിയിൽ പറയണം ഒരാളോട്. അപ്പോൾ അതെങ്ങനെ പറയും? അവോ ഷോപ്പിംഗ് കെലിച്ചല്ലേ. ഇനി അതിപ്പോൾ ചലോന്നായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ആശയം കിട്ടേ വേണ്ടു. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. ഇനി അടുത്ത് നോക്കാം. ഞാൻ അവളെ കാണട്ടെ. മുझे उसे मिलने दो. എന്നെ ഒന്ന് അവളെ കാണാൻ അനുവദിക്കും, അല്ലെങ്കിൽ ഞാനൊന്ന് അവളെ കാണട്ടെ. ലെറ്റ് മീ മീറ്റ് ഹർ. അങ്ങനെ ഇംഗ്ലീഷിൽ പറയും. ക്യാ മുझे यहाँ आने चाहिए. ഒരാളോട് നമ്മൾ ചോദിക്കും, ഞാൻ ഇവിടേക്ക് വരട്ടെ. ക്യാ മുझे यहाँ आने चाहिए. ക്യാ അത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ഒരാളോട് ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ. ഞാൻ ഇവിടേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു നമ്മൾ അവരോട്. ഷുഡ് ഐ കം ഹിയർ എന്ന് ചോദിക്കുന്നു. എങ്ങനെയാണ് ചോദിക്കുക ഹിന്ദിയിൽ? ക്യാ മുझे यहाँ आना चाहिए. ഞാൻ ഇവിടേക്ക് വരട്ടെ, എനിക്കിവിടെ വരാൻ പറ്റും, ഞാനിവിടെ വരട്ടെ. ഇനി അവിടേക്ക് എന്ന് വരണമെങ്കിലോ ആ യഹാം എന്നുള്ളിടത്ത് വഹാം എന്ന് ചേർത്താൽ മതി. അതെങ്ങനെ പറയും? ക്യാ മുझे വഹാം ജാനാ चाहिए. കണ്ടിന്യൂസ് ആയിട്ട് ഇത് പറഞ്ഞ് ശീലിച്ചാൽ കുറച്ച് സ്പീഡിൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ജനാന്ന് കേൾക്കൊന്നും വേണ്ട, ജാന്ന് മാത്രം കേൾക്കാൻ പറഞ്ഞാൽ മതി. കാരണം നമ്മളത് ഗ്രാമർ പോലെ പറയണമെന്നില്ല. ഇത് സ്പോക്കൺ ഹിന്ദിയാണ്, ഗ്രാമർ അല്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഗ്രാമർ കുട്ടികൾ പഠിക്കുന്ന സമയത്ത്, സ്കൂൾ കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് ഗ്രാമർ വേണം. PSC എക്സാമിന് പോകുന്നവർക്ക് ഒക്കെ വേണം. കോളേജ് ഗോയിങ്ങിനും സ്കൂൾ ഗോയിങ് അതൊക്കെ ഗ്രാമർ ആവശ്യമാണ്. സ്പോക്കൺ ഹിന്ദിയിൽ ഗ്രാമർ വേണ്ട. കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബൈ.